നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ സേനാ അംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. കേരള സംഗീത നാടക അക്കാദമി കഥാപ്രസംഗ മഹോത്സവം സംസ്ഥാനതല ശില്പശാലയ്ക്ക് പറവൂർ കരിമ്പാടം DC സഭ ഹൈസ്കൂളിൽ തുടക്കമായി. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. ഐക്യമാണ് ഈ ദിനത്തിന്റെ സന്ദേശമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ ഭാഷകൾക്കും തുല്യ പ്രാധാന്യം നൽകണമെന്നും രാജ്യത്ത് സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷകളിൽ അഭിമാനിക്കണമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ സേനാ അംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ജനതയാണ് നാം. നമ്മുടെ ജനാധിപത്യ സംസ്കാരമെന്നത് മാനവികതയിലും പരസ്പര സ്നേഹത്തിലും അടിയുറച്ചതാണ്. കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റി തീർക്കുകയെന്നത് രാഷ്ട്ര നിർമ്മാതാക്കൾ നമുക്ക് കൈമാറിയ വലിയ കടമ കൂടിയാണ്. ഇന്നലെകൾ നൽകിയ കരുത്തും പാഠങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ നാളെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ഊർജം പകരട്ടെയെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു. അതിനാവശ്യമായ പ്രതിജ്ഞ പുതുക്കലാണ് ഓരോ സ്വാതന്ത്ര്യദിനത്തിലും നമുക്ക് ചെയ്യാനുള്ളത്. പ്രാദേശികവും ഭാഷാപരവും സാമുദായികവുമായ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ രാജ്യം. ധാരാളം ഉപദേശീയതകളെ ചേർത്തുവെച്ചാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വത്വം രൂപപ്പെടുത്തിയിരിക്കുന്നത്. മതനിരപേക്ഷതയിലും മൈത്രിയിലും സഹവർത്തിത്വത്തിലും ഊന്നിയ ദേശീയതയാണ് ഈ സ്വത്വത്തിനടിസ്ഥാനം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാള സർക്കാർ മോഡൽ LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രധാനാധ്യാപിക A. വിൻസി പതാക ഉയർത്തി. PTA പ്രസിഡന്റ് PM സുമേഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അധ്യാപകർ, കുട്ടികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. അവരുടെ ധീരത, അവരുടെ ദേശത്തോടുള്ള സ്നേഹം, അതൊക്കെ തന്നെ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ പ്രതിബദ്ധത എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മാള ഇന്ദിരാഭവനിൽ കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ പതാക ഉയർത്തി. KK രവി നമ്പൂതിരി, PD ജോസ്, സോയി കോലഞ്ചേരി, KR പ്രേമ, ജോഷി കാഞ്ഞുത്തറ, ഷേർലി ജോയ്, ഹക്കിം ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു. മാള പോലീസ് സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ SHO സജിൻ ശശി പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PRO രാജീവ് നമ്പിശൻ, സബ് ഇൻസ്പെക്ടർ KT ബെന്നി, ASI ഷീജ, CPOമാരായ KK ജിബിൽ, TS ശ്യാംകുമാർ, MR ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഈ സമയത്ത് രാജ്യത്ത് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ജനങ്ങളും പതാക ഉയർത്തിക്കൊണ്ട് നമ്മുടെ ദേശീയതയിൽ നമ്മുടെ മാതൃരാജ്യം ആദരിക്കുക. എന്തിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? അതിനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ തന്നെ പറയാം, സ്വാതന്ത്ര്യം കിട്ടുന്നത് സന്തോഷത്തിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ സന്തോഷവും സ്വാതന്ത്ര്യവും വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മാള വലിയപറമ്പ് സർക്കാർ LP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പതാക ഉയർത്തി. വാർഡ് മെമ്പർ സിനി ബെന്നി, അധ്യാപകർ, കുട്ടികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ലോകമെമ്പാടും എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ സൂചകമായിട്ട് തന്നെയാണ് നമ്മൾക്ക് ഇന്ന് പഞ്ചായത്തിലേക്ക് കിട്ടിയ നമ്മുടെ സ്കൂള്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു പുതിയ കെട്ടിടം കൂടി ഇതിനോടൊപ്പം ചേർന്ന് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്ന ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ തുടർന്ന് നമ്മൾക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒട്ടനവധി ത്യാഗത്തിൻ്റെയും സമരത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്കിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യം നമ്മളുടെ രാജ്യത്തെ എല്ലാവരും, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അത് ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളുടെ ഏറെ പങ്കിടുന്ന നമ്മുടെ തിരുമുറ്റത്ത് നമുക്കത് 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനായിട്ട് സാധിച്ചു. മാള ഗ്രാമപഞ്ചായത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പതാക ഉയർത്തി. വാർഡ് മെമ്പർ സാബു പോൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേന പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. 79ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15-നാണ് അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള ആ സന്തോഷ വാർത്ത അറിഞ്ഞത്. ഒട്ടനവധി പൂർവികരുടെ പരിശ്രമത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പീഡനത്തിൻ്റെയും അനുഭവത്തിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. മാള കേബിൾ വിഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മാള കേബിൾ വിഷൻ MD ജിജോ ജോസഫ് പതാക ഉയർത്തി. പാർട്ണർ PS സുബിതൻ സന്ദേശം നൽകി. ജീവനക്കാർ പങ്കെടുത്തു. KPMS പിണ്ടാണി ശാഖയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. KPMS തൃശൂർ ജില്ലാ ഖജാൻജി PC ബാബു പതാക ഉയർത്തി. ശാഖാ പ്രസിഡന്റ് CV ബൈജു അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി UD സജീവൻ, UV വിശ്വനാഥൻ, TU കിരൺ എന്നിവർ സംസാരിച്ചു. മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്വാതന്ത്ര്യദിനാഘോഷവും NSS അവബോധ ക്ലാസും നടത്തി. കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പള്ളി ദേശീയ പതാക ഉയർത്തി. കോളേജ് പ്രിൻസിപ്പൽ മേജർ ഡോക്ടർ അൽഫോൺസ് ലിഗോറി അധ്യക്ഷനായിരുന്നു. തുടർന്ന് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അവബോധ ക്ലാസ് സിസ്റ്റർ ഡോക്ടർ റോസ് ആൻഡോ ഉദ്ഘാടനം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ലാതിരുന്ന ആളെ NSSൽ ആയിരുന്നതിലൂടെ പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിൽ NSSന്റെ വോളണ്ടിയർ ആയിരിക്കാനും, വോളണ്ടിയർ അല്ല എക്സലന്റ് വോളണ്ടിയർ എന്നുള്ള സർട്ടിഫിക്കറ്റും നേടി നന്നായി പോകാനായിട്ട് എനിക്ക് ഒത്തിരി സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്നും എന്താ പറയുക, ഓർമ്മയുടെ മണിച്ചപ്പ് തുറന്ന് ആ ഫ്രാഗ്രൻസ് അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അത്രയേറെ എനിക്ക് NSS എൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം ഏതാണെന്ന് ചോദിച്ചാൽ NSS ആണ്. വെച്ചാൽ അത്രയേറെ ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നിങ്ങൾ പറയില്ലേ നമ്മുടെ ചങ്കാണെന്ന് പറയില്ലേ, ഉറപ്പായിട്ടും എൻ്റെ ചങ്കാണ് NSS. അത്രയും ഞാൻ ഇത്രയും കുട്ടികൾ NSS വോളണ്ടിയേഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞില്ല. ഒരു യൂണിറ്റ് ഉണ്ട്. ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് ആയിട്ട് 100 വിദ്യാർത്ഥിനികളാണ് ഇവിടെ ഉള്ളത്. നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നു ഫസ്റ്റ് ഇയേഴ്സ് കുറച്ചധികം പേരുണ്ടാവും, കാരണം നിങ്ങളുടെ സെലക്ഷൻ കഴിഞ്ഞിട്ടില്ല. സെലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾ NSSൽ കുറച്ച് പേര് 50 പേര് എടുക്കാനുള്ള നമുക്ക് അനുവാദമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ജോളി EJ, മധു, ശ്രുതി PK, ചന്ദ്രബോസ്, അമൽ, വിദ്യാർത്ഥി പ്രതിനിധികളായ റിസ്ന ഫാത്തിമ, സുരേഖ, ലൂബ, പ്രോഗ്രാം ഓഫീസർ അൽഫോൺസ്, രസികാദാസ് എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വൈസ് പ്രസിഡന്റ് EK മോഹൻദാസ് ദേശീയ പതാക ഉയർത്തി. പ്രസിഡന്റ് PK കിട്ടൻ അധ്യക്ഷത വഹിച്ചു. അനീഷ് ഹാറൂൺ റഷീദ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി, NP ഷിൻഡോ, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. കേരള സംഗീത നാടക അക്കാദമി കഥാപ്രസംഗ മഹോത്സവം സംസ്ഥാനതല ശില്പശാലയ്ക്ക് പറവൂർ കരിമ്പാടം DD സഭ ഹൈസ്കൂളിൽ തുടക്കമായി. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അത് ഒറ്റയാണ് നിന്നത് അവതരിപ്പിക്കണമെങ്കിലും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇത്തിരിയേറെ നിന്നായിരുന്നു. ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് ലീനമ്മയും കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ശ്രീകുമാരൻ നമ്മുടെ സാറാണ് വന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സാറിനെ കണ്ടപ്പോൾ നമ്മൾ വിഷ് ചെയ്തു, സാറും തിരിച്ച് വിഷ് ചെയ്തു. നേരെ ബോഡി കാണാൻ പോയി, അറിയാണ്ടിരിക്കും. ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സജീവൻ മാനടി മുഖ്യാതിഥിയായിരുന്നു. സഹീർ അലി, VS സന്തോഷ്, MB ശുഭ എന്നിവർ സംസാരിച്ചു. ഷാജു കുളത്തുവയൽ, ആലപ്പി രമണൻ, ഓമന മോഹൻ, കല്ലട ശശി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. ശില്പശാല 17-ന് സമാപിക്കും. കുഴൂർ തുമ്പരശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ ദേശീയ പതാക വന്ദനം, ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ്, തിരുനാൾ പാട്ടുകുർബാന, ഊട്ടുനേർച്ച എന്നിവ നടന്നു. ഫാദർ മേജിൻ കല്ലേലി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ചാൾസ് ചിറ്റാട്ടുകരക്കാരൻ സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ആഴമേറിയ അനുതാപത്തോടെ വിശ്വാസത്തോടെ തമ്പുരാനെ ഈ ബലി അർപ്പിച്ച് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രപഞ്ചത്തിലേ
അഷ്ടമിച്ചിറ ജൂബിലി നഗർ ദൈവമാതാ ഇടവക ദേവാലയത്തിൽ സ്വർഗാരോപണ തിരുനാളും ഊട്ടുനേർച്ചയും ആഘോഷിച്ചു. പതാകവന്ദനം, ഊട്ടുനേർച്ച, ആശീർവാദം, തിരുനാൾ പാട്ടുകുർബാന, സന്ദേശം എന്നിവ നടന്നു. ഫാദർ വിപിൻ വീരൻപിലാവ്, ജോളി വടക്കൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് ഉയർത്തുകയും നിത്യകിരീടമണിയുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ സേനാ അംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. കേരള സംഗീത നാടക അക്കാദമി കഥാപ്രസംഗ മഹോത്സവം സംസ്ഥാനതല ശില്പശാലയ്ക്ക് പറവൂർ കരിമ്പാടം DC സഭ ഹൈസ്കൂളിൽ തുടക്കമായി. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.